എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം ഗൈസ്. നമ്മുടെ രാവിലെ ഇങ്ങനെ എണീച്ച് നോക്കാൻ നേരമാണ് ഗൈസ്. നമ്മളെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇന്നലെ അടിച്ചു പോയായിരുന്നു. നമ്മളെ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇന്നലെ അടിച്ചു പോയാലും ഷിൻചാനും പിച്ചാനും കളിച്ചുകൊണ്ടിരിക്കാൻ നേരം പെട്ടെന്നൊരു പുകയിലും കാര്യങ്ങളൊക്കെ സംഭവിച്ച് അത് നൈസിനങ്ങ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മളെ നോക്കിയില്ല, നമ്മൾ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങളും നമ്മളൊരു പുതിയൊരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവന് കൊടുത്തേക്കായിരുന്നു. നമ്മൾ ചോദിക്കുമ്പോൾ തരാമെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നേരെ പോയി ചോദിച്ചു നോക്കാം. അപ്പം എന്തായാലും അവൻ തരും. നമ്മൾ മേടിച്ചു കൊടുത്തല്ലേ, തരാൻ പറയുമ്പോൾ തരാമെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും നൈസ്, നമുക്ക് നേരെ നമ്മളെ ജോണിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോകാൻ കഴിച്ചു. അത് മുമ്പ് കഴിച്ച് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനത് ലൈക്ക് ചെയ്യണേ കഴിച്ചു. അപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ കാറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ പി സി ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ച്. അതുപോലെ നിങ്ങൾക്ക് മൊബൈലാണ് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ കഴിച്ച് നമ്മളെ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തലുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. പയ്യെ പോസ്റ്റൊന്നും ഇടിക്കാതെ നമുക്ക് പോവാം. പോസ്റ്റിലൊന്നും ഇടിക്കല്ലേ എന്തായാലും നമ്മൾ ഫൈനലി ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ജോൺ ഇവിടെ ഇല്ല. ജോൺ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ മാരേജിന് കാര്യങ്ങൾ പോയായിരുന്നു, ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനതിന് പോയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അവനടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അപ്പോഴല്ലേ നമുക്ക് റെഡി ആവത്തുള്ളൂ. അപ്പം നമുക്ക് അവൻ്റെ അടുത്ത് വിളിച്ച് പറയാം. ഹലോടാ, പിന്നെയോടാ ഞാൻ നിൻ്റെ വീട്ടിലുണ്ടോ? ഞാനിവിടെ ഇല്ലടാ, ഞാനെങ്ങും മാരേജിന്റെ സ്ഥലത്താടാ. അല്ലടാ, ഞാൻ എനിക്കൊരു കമ്പ്യൂട്ടർ കാണാൻ മേടിച്ചു തന്നില്ല, അത് ഞാൻ ഇടയ്ക്കാണ്. ശരിയടാ, നീ എടുത്തോടാ, കുഴപ്പമൊന്നുമില്ലടാ. അവൻ പറഞ്ഞത് കേട്ടോ നമ്മൾക്ക് എടുക്കാനാണ്. അപ്പോൾ നൈസ്, നമുക്ക് പോയങ്ങ് എടുക്കാം. അപ്പോൾ നമ്മളെ നേരെ നമ്മളെ ജോണിൻ്റെ വീട്ടിലോട്ട് ഞങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചെടുത്തൊരു മോണിറ്ററും കാരണം അടിപൊളി ഒരു മോണിറ്ററും കാര്യങ്ങളുമാണ്. അപ്പം മോണിറ്റർ നമ്മളെ ഇതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോർഡാണ് നമ്മൾ അടിച്ചു പോയത് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീനാണ്. അപ്പം എല്ലാം ഒരു സെറ്റോടെയും എടുത്തേക്കാം. ഇതായിട്ട് നീ എന്തിനാണ് വെക്കുന്നത് ഗൈസ്? നമുക്ക് നേരെ പോയി നമ്മളെ കാറിൽ കൊണ്ടുവെക്കാം ഗൈസ്. ഞാനാണെങ്കിൽ ഗൈസ് നമ്മളെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ നമ്മളെ കാറിൻ്റെ ഡിക്കിലും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ പെട്രോളും കാര്യങ്ങളും കുറവാണ്. അപ്പോൾ പെട്രോൾ ഫുള്ള് താഴ്ന്ന് കിടക്കുകയാണ്. നമുക്ക് പോയി പെട്രോൾ അടിച്ചേക്കാം. ഫുൾ ടാങ്ക് അടിക്കാൻ ഗൈസ്. റിച്ച് ആവട്ടെ ഗൈസ്, ഒരു ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ഇതിലേക്ക് ഇറങ്ങി കയറി പോവാം. അതായത് നമ്മളിച്ചിരി സ്റ്റാൻഡേർഡൊക്കെ അടിച്ചെന്നാലേ ആൾക്കാർ വിചാരിക്കുന്നത് ഇച്ചിരി റിച്ച് ആണെന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ വളച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡീസൽ അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അടിപൊളിയായിട്ട് ഫുള്ള് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വരികളാണ് പോവുക. മറ്റേ വരി പോകുന്നതാണ് എളുപ്പം. ആ വരി കുറേ കറങ്ങാനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ വരിയാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടിക്കല്ലേ എന്തായാലും ഇടിച്ചില്ല. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കാര്യങ്ങൾ പോവാം. അപ്പം ഇവിടെ ഒരു റെഡ് കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി റെഡ് കാറും കാര്യങ്ങളാണ്. ഇതിനകത്തൊരു കാറ് നമുക്ക് എടുക്കണം ഗൈസ്. അപ്പോൾ ഇതിനകത്തൊരു പച്ച കാറും എടുക്കേണ്ടി എനിക്കൊരാവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ഇച്ചിരി വലിയ വണ്ടികളൊക്കെ വേണം. നമുക്ക് ഇന്ന് ഈ ടൂറിനൊക്കെ പോകണം. ഷിൻചാൻ്റെ സ്കൂളൊക്കെ തുറക്കാൻ ദിവസങ്ങൾ അടുത്ത് വരികയാണ്. അപ്പോൾ ദിവസങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സ്കൂൾ എന്നാ തുറക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഷിൻചാൻ സ്കൂളും കാര്യങ്ങളും തുറക്കുന്നതെന്ന് വെച്ചാൽ ജൂൺ 2-ന് കാര്യങ്ങളാണ് നമ്മളെ ഷിൻചാൻ സ്കൂളും കാര്യങ്ങളും തുറക്കുന്നത്. അതിൻ്റെ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോവേണ്ടിയുണ്ട്. അത് വലിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളും ആയിരിക്കും. അതിനൊക്കെ നല്ലൊരു വണ്ടിയും കാര്യങ്ങളും നമ്മൾ മേടിച്ചാലേ പറ്റുള്ളൂ. നമുക്കൊരു ഫോർച്യൂണർ അടിക്കാം ഗൈസ്. ഫോർച്യൂണർ ആകുമ്പോൾ ഒരു 2 കോടി 3 കോടിയൊക്കെ ആവും. അപ്പോൾ നമുക്കൊരു ഫോർച്യൂണർ കാര്യം എടുക്കാം. അതാകുമ്പോൾ ഇച്ചിരി വലിയ വണ്ടിയും കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കും. നമ്മൾ റിച്ച് കെട്ടും ഷിൻചാനും പിന്നെ ഡോറേമോനും എല്ലാവരും കൂടെ ആയിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോയേക്കാം. ഫുള്ള് ചിലവ് എൻ്റെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മളെ വീട്ടിലും കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഷിൻചാനും പിച്ചാനും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിക്കാൻ പോയി കാണും. അപ്പുറത്തെ വീട്ടിലൊരു വേറെ ഒരുത്തനുണ്ട്, ഡോറേമോൻ എന്ന് പറയാം. ഫ്രാങ്കിളിനെ ഷോറൂമിന് കാരണം ഫ്രാങ്കിൾ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. ഫ്രാങ്കിൾ തന്നെ വേണ്ട ഒരു പുതിയ കാർ ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പുതിയ കാർ എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. അതിനു മുമ്പ് ഷോറൂമിൽ നിന്നൊരു വിളിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ വല്ലതും ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്. ഫോർച്യൂണർ ആണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടാനിപ്പോൾ പാടാണ് ഫോർച്യൂണർ. അപ്പം എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ ആയിരിക്കുമെന്നാണ്. ഓരോ കളികളല്ലേ ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മളെ ഷോറൂമിലോട്ടും കാണാൻ വിടാം. അപ്പോൾ ഷോറൂം ഈ വരി വിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഷോർട്ട് കട്ട് കാര്യങ്ങളും എടുക്കാം. നമ്മളെ വണ്ടിക്ക് 2 ഡോറും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പോലീസും എല്ലാം കാണുകയാണെങ്കിൽ പിടിച്ചിട്ട് ഇടിക്കും ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മളെ ഷോറൂമിലോട്ടും കാര്യങ്ങൾ പോവാം. എൻ്റെ മോനെ നമുക്ക് ഷോറൂമിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്ക് അടിപൊളി ഒരു എൻ്റെ മോനെ ഞാൻ മോഡിഫൈഡ് എടുക്കാൻ ചെയ്ത ബുഗാട്ടിയും കാര്യങ്ങളാണ് കേട്ടോ. ഇവർ സെറ്റിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ കൊമ്പ് കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളി ഒരു കാറും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ മോനെ സീനറി
അടിപൊളി ഒരു കാറും കാര്യങ്ങളാണ് മച്ചാന്മാരെ. അപ്പം ഇതിനെന്തായാലും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്തൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ ടൈം ട്രാവലർ എന്നാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ടൈം ട്രാവൽ ഹൊറർ എന്താണ് ഹൊറർ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പ്രേതത്തിന് എന്താണ്ടൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ഷിൻചാനൊക്കെ കയറ്റി പോവാം. ഇതിനകത്ത് എന്താണൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പ്ലെയിൻ സ്ഥലത്ത് പോയിട്ട് ആ സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ എത്തുമെന്നാണ് ഈ കാറിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ കള്ളം വല്ല ആയിരിക്കും, ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി. എന്തായാലും നമുക്ക് നേരെ നമ്മൾ ഷിൻചാനും പിഞ്ചാനൊക്കെ കയറ്റി ചെയ്യാം. ഷിൻചാനും പിഞ്ചാനും കയറ്റിയിട്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ആ സ്വിച്ചിങ്ങുകളൊക്കെ നമുക്ക് നെക്കി നോക്കാം. എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അറിയണമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കാര്യങ്ങളും വരാം. നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലും കാര്യങ്ങളൊക്കെ വന്നു. ഷിൻചാനും പിഞ്ചാനും വന്ന് ഓടിക്കേറുക. എടാ ഷിൻചാനെ ഡോറൊക്കെ നല്ല രീതിക്ക് അടയടാ ഷിൻചാനെ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നല്ല സ്പീഡിലും കാര്യങ്ങളും പോയിട്ട് അത് ഞെക്കാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഞെക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഞെക്കിയത് ഗൈസ്. ഞാനൊരു ഹൊററിൻ്റെ അടുത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു മശാനമാണ് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ മശാനമാണ്. ഇതൊക്കെ അടിപൊളി ഒരു മശാനമാണ് ഗൈസ്. ഷിൻചാനും പിഞ്ചാനൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഷിൻചാനും പിഞ്ചാനൊന്നും വരുന്നില്ല. എനിക്ക് പേടിയാത് ഫ്രാങ്കളെ, എനിക്ക് വയ്യ ഫ്രാങ്കളെ, നമുക്ക് തിരിച്ചു പോവാ ഫ്രാങ്കളെണ്ണ. ഷിൻചാനെ നീ ഇങ്ങനെ പേടിക്കാറാ ഷിൻചാനെ. ഫ്രാങ്കളല്ലേടാ നിൻ്റെ കൂടെ ഉള്ളത്. എന്തായാലും എനിക്ക് ചെറിയൊരു പേടിയും കാലുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചെറിയൊരു പേടിയും കാലുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് ഞാനൊരു ഗണ്ണും കാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വല്ല പ്രേതം വല്ലതും വരെയാണെങ്കിൽ നമുക്കങ്ങ് അടിച്ചിടാം. അപ്പം നമ്മൾ പണ്ടത്തെ ആർമിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. തീവ്രവാദികളെ അടിച്ചിട്ടുവാനാണ് ഞാൻ. അപ്പോഴാണ് ഇന്ന് ഈ പ്രേതങ്ങൾ. അപ്പോൾ ഗൈസ് തനിക്ക് ചെറിയൊരു പേടിയുണ്ട്, ഉള്ളിലുണ്ട്. എന്തായാലും ഷിൻചാനുകളൊക്കെ പേടിക്കും. അതുകൊണ്ട് അവിടെ വല്ലവരും ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ആരുമില്ല. നമ്മളിവിടെയൊക്കെ വെടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്. നമുക്ക് നേരെ ഒന്ന് കയറാം ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറാം. എനിക്ക് നല്ല പേടികളുണ്ട് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ. എൻ്റെ മോനെ ഇവിടെ ആണെങ്കിൽ ഹൊറർ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇവിടെ അലർച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ മോനെ അവിടെ നിന്ന് എന്താണ്ടൊക്കെ വരിക. ഞാൻ അതിനെയൊക്കെ ഗൈസിന് അടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഫുൾ പേടിയാണ് ഗൈസ്. എൻ്റെ മോനെ പയ്യെ കയറാം. ഫുള്ളൊരു ഹൊറർ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒറിജിനൽ ഹൊററിൻ്റെ സ്ഥലവും കാര്യമാണ്. അപ്പം ഇവിടെ ഒന്നും ആരുമില്ല. എൻ്റെ മോനെ ഇവിടെ ആരാണ് താമസിച്ചതെന്നൊന്നും അറിഞ്ഞൂടെ. പണ്ട് ഇവിടെ ആരുടെയൊക്കെ താമസിച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇവിടെ കുറേ പേര് ഇവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോനെ ഇവിടെ ഒരു ഡോറിങ്ങലും ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. എൻ്റെ മോനെ ഇവിടെ ഒന്നും ആരുമില്ല. ഷിൻചാനും പിഞ്ചാനും അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അവന്മാരുണ്ട്. ഒരു നമ്മളെ കാർ ഇവിടെ പോയെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഞാനത് നിൽക്കുന്നത് നേരെ ഞങ്ങളിവിടെ വന്ന് വീണ്. കാറും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എൻ്റെ മോനെ എൻ്റെ തലയും കാണും പൂട്ടിയിട്ടുണ്ട്. രക്തമാണെങ്കിൽ ഇവിടെ നിന്ന് ഒലിക്കുകയാണ്. ഇവിടെയൊക്കെയാണെങ്കിൽ പ്രേതങ്ങളുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ പോകുന്നുണ്ട്. എൻ്റെ മോനെ സീന് അപ്പം ഗൈസ് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഷിൻചാനും പിഞ്ചാനും ഒക്കെ വേറെ വിടാണ്ടാണ്. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു സ്വിച്ചിലും കാലം ഞെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഞെക്കാൻ പോവാം. അപ്പം നമുക്ക് ഷിൻചാനെ പിഞ്ചാനെ അടുത്ത് പോയിട്ട് ഞെക്കാം ഗൈസ്. നമുക്ക് ഞെക്കാൻ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് പോയി നിൽക്കാം. അതായത് നമുക്ക് ഷിൻചാനെ പിഞ്ചാനെ അവിടെ പോയിട്ട് എനിക്കൊരു സ്വിച്ചും കാണാൻ കയ്യിലിരിപ്പുണ്ട്. ആ സ്വിച്ചിലുകൾ ഞെക്കി അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അവിടെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ആ സ്വിച്ചിലുകളെ ഞെക്കാൻ പോവുകയാണ് ഗൈസ്. രണ്ടും കൽപ്പിച്ച് ഷിൻചാനും പിഞ്ചാൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾ ഞെക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് നേരെ പോവാം. ഷിൻചാനും പിഞ്ചാൻ്റെ അടുത്തും നമ്മൾ നേരെ ഷിൻചാനും പിഞ്ചാനും ഞെക്കാൻ പോവുകയാണ് ഗൈസ്. ഞാനത് നെക്കിയതും ഗൈസ് നമ്മുടെ സിറ്റിയിൽ തന്നെ വീണ്ടും വന്ന് വീണിട്ടുണ്ട് ഗൈസ്. ഈ കാറ് കയ്യോടനെ എന്നെ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഗൈസ് നമ്മൾ പേടിച്ച് എൻ്റെ മോനെ പേടിച്ച് ഷിൻചാനൊക്കെയാണെങ്കിൽ ഒരു പരുവം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഷിൻചാന് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ കാർ ഷോറൂമിൽ തന്നെ കൊണ്ട് കൊടുക്കാം. എൻ്റെ മോനെ ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ കളഞ്ഞു പോയായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയ ഗൈസ്. ഞാനും അവിടെ കിടന്നേനെ മരിച്ച്. എന്തായാലും നമുക്ക് നേരെ ഗൈസ് നമ്മുടെ ഷോറൂമിലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാം.
നടക്കാത്ത ഒരു കാറും കാലമാണ് ഇന്നലെ നമ്മളെ ചതിച്ചത്. ആ കാറിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഇതിൻ്റെ അടിയിലും കാലൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക ഗൈസ്. ഗൈസ് നമുക്ക് ഇട്ടേക്കാം ഇവിടെ എവിടെയെങ്കിലും ഇടാം ഗൈസ്. നമുക്കിങ്ങ് വിളിച്ച് പറഞ്ഞേക്കാം. എൻ്റെ മോനെ നമുക്ക് വിളിച്ചു പറയാം. എനിക്ക് നല്ല പേടിയും കാലൊക്കെ ആയിട്ടുണ്ട്. ഹലോ സാറേ, ഞാൻ നിങ്ങൾ തന്ന കാറും കാലൊക്കെ വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പൈസയും വേണ്ട കാറും വേണ്ട, ഞങ്ങളിവിടുന്ന് പോവയാ. ഗൈസാണ് ഈ ഷിൻചാനും പിഞ്ചാനും തോണ്ടില്ല. നമ്മൾ അപ്പുറത്തെ മാമയുടെ കാറിലും കാര്യങ്ങളൊക്കെ കയറി ഇരിപ്പുണ്ട്. നമുക്ക് ആ കാറിൽ ഒന്ന് കയറി നമ്മളെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനും ആ കാറിലും കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.